വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഷെയ്ൻ നിഗം നായകനായ സിനിമ ഹാൽ ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തുകയാണ്. സെൻസർ ബോർഡിനെതിരെ ഹൈക്കോടതിയിൽ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ നേടിയ ഈ വിജയത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് പറയുകയാണ് നടൻ ഷെയ്ൻ നിഗം മീഡിയ വണിനോട്. അത് പ്രശ്നം നേരിടുന്ന മറ്റ് സിനിമകൾക്കും പോരാടാനുള്ള ഒരു ഊർജം ഹാലിന്റെ പോരാട്ടത്തിലൂടെ ലഭിച്ചതിലും സന്തോഷമുണ്ടെന്നാണ് അണിയറ പ്രവർത്തകരും പ്രതികരിക്കുന്നത്. വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷം ഹാൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്, കത്രിക വെക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഹാൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ നമുക്ക് ചേരുന്നുണ്ട്. സംവിധായകൻ റഫീഖ് വീരയുണ്ട്, ഒപ്പം നടനായിട്ടുള്ള ഷെയ്ൻ നിഗമുണ്ട്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ പോരാട്ടമായിരുന്നു അല്ലേ? തീർച്ചയായും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാലോ, 3-3.5 മാസക്കാലം ഞങ്ങൾ ഇവനും നായകനും വേറൊരു സിനിമയ്ക്ക് പോകാൻ പറ്റാതെ ഇതിനും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളാണെങ്കിൽ ഡെയിലി കോടതികൾ കയറി ഇറങ്ങി അവസാനം ഒരു നീതിപൂർവമായ വിധി കിട്ടി. ബഹുമാനപ്പെട്ട സെൻസർ ബോർഡ് നമുക്കൊരു സെൻസർ സർട്ടിഫിക്കറ്റ് അപ്രൂവലായി. ഇപ്പോൾ അത് വെച്ചിട്ട് ഈ 25-ാം തീയതിയാണ് സിനിമ റിലീസാവാൻ പ്ലാനാക്കി. വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം എന്ന് തന്നെ വേണം പറയാൻ. കാരണം വലിയ പോരാട്ടമായിരുന്നു, കുറേ മാസങ്ങളോളം പോരാടി, അതിനുശേഷമാണ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്ത് തോന്നുന്നു? പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട്. കാര്യം ഇതിപ്പോൾ ഒരു സിനിമയ്ക്ക് മാത്രമുള്ളൊരു പോരാട്ടമല്ലായിരുന്നു. കാരണം ഈ ഒരു വിധി വന്നതോടെ ഇനി ഭാവിയിൽ ഉള്ള സിനിമകൾക്കും കൂടെ ഒരു സപ്പോർട്ട് നമ്മളുടെ ഈ വിധിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സെൻസർ ബോർഡിൻ്റെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇടപെടൽ വന്നു കഴിഞ്ഞാൽ നാളെ എങ്ങനെ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം കോടതിയെ എന്നുള്ളതിനും അതിനുള്ളൊരു മാതൃകാപൂർവമായ ഒരു രീതിയിലേക്ക് എങ്ങനെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും ഈ കേസ് കാരണം വന്നിട്ടുണ്ട്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഹാലെന്ന സിനിമയുടെ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് മാത്രമല്ല, നാളെ ഭാവിയിൽ ഏത് സിനിമയ്ക്ക് ഈ സെൻസറിൻ്റെ ഇഷ്യൂ നേരിട്ടാലും നമുക്കൊരു സൊല്യൂഷനും കൂടെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പോരാട്ടത്തിനൊടുവിൽ നമുക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജഡ്ജിമാർ സിനിമ കാണുകയും അത് ആസ്വദിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു അംഗീകാരമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതന്ന് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീടും 2 ജഡ്ജിമാരും കൂടെ വന്ന് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ തീരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഞാൻ കേട്ടത്, 2 ജഡ്ജസും പടം കണ്ടു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊന്നും പറയാതെ പോകാം, എന്നിട്ട് പിന്നെ കോടതിയിൽ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഡയറക്ടറിനോട് അവർ പറഞ്ഞു, അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ, ഈ യൂത്ത് കണ്ടിരിക്കേണ്ട ഒരു പടമാണെന്ന് അവർ തന്നെ പറഞ്ഞു. അത് ഈവൻ നമ്മുടെ കേസ് ഫയലിലും അവരത് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തു. സോ അതെല്ലാം ഭയങ്കര ഒരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു. ഇതിൽ പ്രത്യേകിച്ച് ചെറിയ കട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും അത് സിനിമയുടെ സത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഒരിക്കലുമില്ല. അത് നമ്മളൊരു കാലഘട്ടം മുഴുവൻ 2.5 മണിക്കൂറിൽ ഒതുക്കുന്നവരാണല്ലോ സിനിമ പ്രവർത്തകരും ഫിലിം മേക്കേഴ്സും. ഞങ്ങൾക്ക് പറയേണ്ടത് എങ്ങനെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് കട്ടൊന്നും അതിൽ ബാധിക്കില്ല. എല്ലാം സംഭവിച്ചത് നല്ലതെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ആ സമയത്തെല്ലാം കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി, ഒരുപാട് നിരാശയിലുണ്ടായി. പക്ഷേ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും എല്ലാം നല്ലതിനായിരിക്കും എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഹാൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ടീമിന്. എന്തായാലും ജനമാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തണം എന്നുകൂടി അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. വിവി തടത്തലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.